സാർ നമസ്കാരം. നമസ്കാരം. സാർ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ SFI ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുറ്റപത്രം വീണ വിജയനെതിരെ വന്നത് ആരുടെ വിജയമാണ്? ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. അത് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ വിജയം. ഇവിടെ BJPക്ക് വലിയ പങ്കാളിത്തമില്ല, UDFന് വലിയ പങ്കാളിത്തമില്ല. ഷോൺ ജോർജ് ഒരു ഒറ്റയാനായി നടത്തിയ ഒരു പോരാട്ടം. ഈ കേസിൻ്റെ നാൾ വഴികൾ തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ ചിന്തിച്ചാൽ അന്ന് ഷോൺ ജോർജോ PC ജോർജോ BJPയുടെ ഭാഗമല്ല. നേരെ മറിച്ച് PC ജോർജിനെ പിണറായി വിജയൻ ജയിലിൽ അടച്ചതിന് ശേഷം ഒരു മകൻ എന്ന നിലയിൽ ഷോൺ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കുറ്റപത്രം. മുഖ്യമന്ത്രിയുടെ മകൾ 2,72,00,000 രൂപയുടെ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിലാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേസ് എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്ന് ചിന്തിച്ചാൽ CMRL എന്ന കമ്പനി അവരുടെ ആദായ നികുതി റിട്ടേണുകളിൽ സംശയം പ്രകടിപ്പിക്കപ്പെടുന്നു. ഇൻകം ടാക്സ് അതോറിറ്റികൾ ഇവരുടെ ആദായ നികുതി റിട്ടേണിൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. അവർ ചെലവുകൾ പെരുപ്പിച്ച് കാട്ടി എന്നാരോപിച്ച് അവർക്കൊരു നോട്ടീസ് നൽകും. ഈ നോട്ടീസിനെ ചോദ്യം ചെയ്ത് അവർ ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിക്കും. അങ്ങനെ ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിക്കുമ്പോൾ 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാജ് ലോജിക് കമ്പനിയിലേക്കും നൽകിയത് പ്രത്യേകിച്ച് ഒരു സേവനവും നൽകാതെയാണ് എന്ന് ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയും ആ ചെലവ് ഡിസലൗ ചെയ്യുകയും ചെയ്യുന്നു. അതായത് അത് ചെലവായി കണക്കാക്കാനാവില്ല, അത് ലാഭത്തിലേക്ക് കൂട്ടിവെച്ച് അവർ ടാക്സ് അടയ്ക്കണമെന്ന കണ്ടെത്തലുണ്ടാകും. അതനുസരിച്ച് അവർ അധിക നികുതിയും പിഴയും അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളിൽ അവരുടെ ഫൈൻഡിങ്സിൽ അവരൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഈ 1,72,00,000 രൂപ പോയിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രമുഖനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകളുടെ കമ്പനിയുടെയും അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തേണ്ടതാണെന്ന് കൂടി ഇവിടെ എഴുതി വെക്കും. ഈ ഫൈൻഡിങ്സ് മാധ്യമങ്ങളിൽ വരുന്നു, വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. അപ്പോൾ ഷോൺ ജോർജാണ് ആദ്യമായി SFIOയ്ക്ക് അദ്ദേഹം ഒരു കത്ത് നൽകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷണം നടത്തണം. ആ കത്തിന്മേൽ നടപടി ഉണ്ടാകാത്ത ഘട്ടത്തിൽ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു. SFIO അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി SFIOയ്ക്ക് നോട്ടീസ് അയക്കുന്നു. SFIO പറയുന്നു, കമ്പനികാര്യ മന്ത്രാലയം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: സെക്ഷൻ 210 അനുസരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. സെക്ഷൻ 210 അനുസരിച്ചുള്ള അന്വേഷണം എന്ന് പറയുന്നത് പ്രാഥമിക അന്വേഷണമാണ്. അപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് SFIO അന്വേഷണം സെക്ഷൻ 212 അനുസരിച്ചുള്ള SFIO അന്വേഷണം നടത്തുന്നില്ല എന്ന്. അതിനുശേഷം അവർക്ക് മറുപടി പറയുവാനുള്ള സമയം കൊടുക്കുന്നു. എന്നാൽ അടുത്ത പോസ്റ്റിങ്ങിന് മുമ്പായി തന്നെ SFIO അന്വേഷണം ആരംഭിച്ച് കേരള ഹൈക്കോടതിയെ അറിയിക്കുന്നു. അതിനുശേഷം CMRL ഡൽഹി ഹൈക്കോടതിയെ ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് സമീപിക്കുന്നു. പക്ഷെ ഡൽഹി ഹൈക്കോടതിയിൽ SFIO വ്യക്തമാക്കുന്നത് പ്രാഥമികമായി സെക്ഷൻ 210 അനുസരിച്ചുള്ള അന്വേഷണത്തിൽ പ്രാഥമികമായി ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അതുപ്രകാരം ഞങ്ങൾ സെക്ഷൻ 212 അന്വേഷണം ആരംഭിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ആ ഘട്ടത്തിലാണ് വീണ വിജയനെ ചോദ്യം ചെയ്തു എന്ന വിവരവും പുറത്തു വരും. ചെന്നൈയിൽ വെച്ച് വീണ വിജയനെ SFIO ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആകുന്നതിനും ഇപ്പോൾ വീണ വിജയൻ പ്രതിയാകുന്നതിനും കാരണം ഷോൺ ജോർജ് തന്നെയാണ്. അപ്പം മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ. അതായത് നമുക്കറിയാം, മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു കുഴൽനാടനായിരുന്നു ഈ കേസുമായിട്ട് ആദ്യം പോയത് എന്നറിയാം. അപ്പം മാത്യു ഉയർത്തിയ വാദഗതികളും ഇപ്പൊ ഷോൺ ജോർജ് ഉയർത്തിയ വാദഗതികളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണുള്ളത്? അതായത് മാത്യു കുഴൽനാടൻ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു. അതിൽ നടപടിയില്ലാത്തപ്പോൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ആർക്കെതിരെയാണ് ഇവിടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിക്കെതിരെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെങ്കിൽ മുഖ്യമന്ത്രി CMRLന് എന്തെങ്കിലും ഫേവർ ചെയ്തതായി തെളിവുകൾ ഹാജരാക്കണം. ആരോപണങ്ങൾ പോരാ, ഹൈക്കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ തെളിവുകൾ ഹാജരാക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നോക്കൂ, SFIOയുടെ കേസിലും മുഖ്യമന്ത്രിയെ ഡയറക്റ്റായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് സേവനങ്ങൾ നൽകാതെ പണം നൽകി എന്നാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ കൃത്യത, ഒരു പൊളിറ്റിക്കൽ ആക്യുറസിയുടെ പ്രശ്നമാണ്.
UDF സ്വീകരിച്ച ഒരു ലൈൻ എന്താണ്? മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു ശ്രമം UDF സ്വീകരിച്ചു. തീർച്ചയായിട്ടും അത് പരാജയപ്പെട്ടു. അതെ. എന്നാൽ ഷോൺ ജോർജ് ഏറ്റവും എളുപ്പമുള്ള വഴി സ്വീകരിച്ചു. UDFനും SFIO പരാതി ആവശ്യപ്പെടാമായിരുന്നു. ഷോൺ ജോർജ് ആവശ്യപ്പെട്ടതിന് ശേഷവും ആവശ്യപ്പെടാമായിരുന്നു. അത് ചെയ്യാതെ വിജിലൻസ് കേസിൽ മുഖ്യമന്ത്രിയെ പ്രതിയാക്കുവാനാണ് ശ്രമിച്ചത്. അത് പരാജയപ്പെടുകയും ഷോൺ ജോർജിന്റെ നീക്കങ്ങൾ കൃത്യതയോടെ ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തു. അപ്പം മാത്യു കുഴൽനാടന് കൃത്യമായിട്ട് പറഞ്ഞാൽ എവിടെയായിരിക്കും പാളിയത്? മാത്യു കുഴൽനാടൻ നേരത്തെ നമുക്ക് ഈ ബാർക്കോഴ കേസ് ഉണ്ടായപ്പോൾ അതെ, VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. അന്ന് UDF സർക്കാരിന്റെ ഈ വിജിലൻസിന്റെ അന്നത്തെയും ഇന്നത്തെയും ഘടന തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അന്നൊരു കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയായിരുന്നില്ല വിജിലൻസ് ഡയറക്ടറായിരുന്നു വിൻസെന്റ് എം പോൾ. ആ നിയമപരമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിക്കും. ഇവിടെ മാത്യു കുഴൽനാടൻ പരാതിപ്പെട്ടിട്ടും വിജിലൻസ് ഒരു നടപടിയും എടുക്കുന്നില്ല. അങ്ങനെയാണ് കുഴൽനാടൻ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ആക്യുറസിയുടെ പ്രശ്നം. അതായത് SFIO അന്വേഷണം ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടവുമായി ഷോൺ ജോർജ് പോയപ്പോൾ ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ UDFന്റെ MLA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA കുഴൽനാടൻ പോയത് മുഖ്യമന്ത്രിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ. ഇവിടെ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യാവുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അനധികൃതമായ ഒരു സാമ്പത്തിക ഇടപാടാണ്. അവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ധാർമ്മികതയുടെ പ്രശ്നം വെച്ച് പിണറായി വിജയൻ രാജിവെക്കുമെന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ട കാര്യം ഒരിക്കലും വേണ്ട. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സ്വർണ്ണക്കടത്ത് കേസിൽപ്പെട്ട് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞത്. അയാൾ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. സോളാർ ആരോപണത്തിന്റെ കാലത്ത് LDF എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്? മുഖ്യമന്ത്രി രാജിവെക്കണം. അന്ന് മുഖ്യമന്ത്രി രാജിവെക്കാതിരുന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ലോ ലെവൽ സ്റ്റാഫാണ് അറസ്റ്റിലായതെങ്കിൽ ഇവിടെ പിണറായി വിജയനുമായിട്ട് നേരിട്ടിടപഴകുന്ന, പിണറായി വിജയന് ഭരണകാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന, പിണറായി വിജയന്റെ വിശ്വസ്തനായ IAS ഉദ്യോഗസ്ഥൻ അകത്താകുന്നു. അയാളുടെ കൂട്ടുപ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷ് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് മൊഴി കൊടുക്കും. എന്നിട്ടും അദ്ദേഹം രാജിവെച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു പിണറായി വിജയൻ ഇതിന്റെ പേരിൽ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തി നമുക്ക് രാജിവെക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പിണറായി പ്രതിരോധത്തിലാകുകയാണ്. രാജിവെക്കാത്തിടത്തോളം കാലം CPM-ഉം പിണറായി വിജയനും ഒരുപോലെ പ്രതിരോധത്തിലാകുന്നത് ചില്ലറ കക്ഷിയല്ല. ഞാൻ പറയുന്നത് ശിവശങ്കർ IAS പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി അദ്ദേഹത്തിന് ബന്ധമില്ല, എനിക്ക് അറിവില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ പിണറായി വിജയൻ ഒരിക്കലും തൻ്റെ മകളെ ഇതിൽ നിന്ന് ഒറ്റപ്പെടുത്ത് മാറ്റി നിൽക്കുവാൻ കഴിയില്ല. എനിക്ക് മകളുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ മകള് മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുടെ ഭാര്യയാണ്. മുഖ്യമന്ത്രി CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണെങ്കിൽ വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസ് കേരളത്തിലെ CPM-ന്റെ ഏറ്റവും ഉന്നതമായ സമിതിയായ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അംഗമാണ്. അങ്ങനെ CPM-വുമായി വളരെ അടുത്ത ബന്ധമുള്ള ഏറ്റവും ഉന്നതമായ നേതൃത്വത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തി ഇവിടെ സാമ്പത്തിക കുറ്റകൃത്യ കേസിലാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ രണ്ടാമതൊരു ചോദ്യമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇംപ്ലിക്കേറ്റഡ് ആകുക? UDF-നെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുവാനുള്ള വലിയ സാധ്യത ഉയർന്നു വരുന്നു. അതായത് കുഴൽനാടന്റെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതോടെ UDF-ന് രാഷ്ട്രീയ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ ഷോൺ ജോർജ് ഉയർത്തിയ വാദങ്ങളുടെ ചുവട് പിടിച്ചു തന്നെ UDF-ന് ഇവിടെ വലിയ വിവാദമുണ്ടാക്കുവാനും മുഖ്യമന്ത്രിയിലേക്ക് ആരോപണത്തെ എത്തിക്കുവാനുമുള്ള ഒരു അവസരമുണ്ട്. അതായത് ഷോൺ ജോർജ് ഈ കേസ് കൊടുക്കാൻ ഷോൺ ജോർജിന് ഒരു കക്ഷിയാകാൻ സാധിക്കുന്നത് അദ്ദേഹം KSIDC-യുടെ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ KSIDC-ക്ക് 15% ഓഹരി പങ്കാളിത്തമുണ്ട് ഈ CMRL എന്ന കമ്പനി. അതുകൊണ്ട് അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് 25 കോടിയോളം രൂപ നഷ്ടം വന്ന ഒരു ഇടപാടാണ് ഈ CMRL നൽകിയ 186 കോടിയുടെ അനധികൃത കൈക്കൂലി എന്ന് പറയാം, കൈക്കൂലി എന്ന് പറയാവുന്ന സംഭാവനകൾ. അതുമൂലം സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിന് 25 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇവിടെ നാം ഓർക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അതായത്
ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളുടെ സമയത്ത് 1.72 കോടിയാണ് വീണ വിജയന്റെ അനധികൃതമായ ധനസമ്പാദനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൽകിയ കുറ്റപത്രത്തിൽ അത് 2.72 കോടിയാകുന്നുണ്ട്. ഒരു കോടി രൂപ അധികമായി എവിടുന്നാണ് കിട്ടിയത്? CMRL ഉടമയായ ശശിധരൻ കർത്തയും ഭാര്യയും ഡയറക്ടേഴ്സ് ആയിരിക്കുന്ന കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ കമ്പനിക്ക് ലോണായി ലഭിച്ചു എന്നാണ്. അതെ, ഒരുപാട് പുകമറകളുണ്ട്. ഒന്നാമത്, എന്ത് സേവനമെന്ന് വീണ വിജയന് ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങളെല്ലാം വിശദീകരിക്കും, വീണ വിജയൻ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് അവർ ഉയർത്തുന്ന ഒരു വാദം, ഞങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ട്. കൈക്കൂലി മേടിച്ചിട്ട് അതിന് ടാക്സ് അടച്ചാൽ അത് കുറ്റകൃത്യമല്ലാതാകുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ 2.72 കോടി രൂപയുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയാണ്. എന്നാൽ ഇത് ആരോപണത്തിന്റെ ഒരു മുന മാത്രമാണ്. താഴേക്ക് വലിയൊരു മലയുണ്ട്. മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് മറ്റേത്. 186 കോടി രൂപയുടെ അനധികൃത പണമിടപാടുകളാണ് നടന്നിരിക്കുന്നത്. അതുമൂലം പൊതുമേഖലാ സ്ഥാപനത്തിന് 25 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. അത് ഉയർത്തിക്കാട്ടിയാൽ UDFന് മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. അങ്ങനെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഏത് തരത്തിലായിരിക്കും UDFന് ഗുണമാവുന്നത്? യഥാർത്ഥത്തിൽ ഇത് UDFന് ഗുണമാകണമെങ്കിൽ അവർ രാഷ്ട്രീയ തീരുമാനമെടുക്കണം. നോക്കൂ, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും ഈ ഒരു ആരോപണത്തോട് UDF ഒരു നിസ്സംഗത പുലർത്തിയിട്ടുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 186 കോടി രൂപയുടെ അനധികൃത പണമിടപാടുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില UDF നേതാക്കൾക്ക് സംഭാവന നൽകിയ കണക്കുകളും ഉൾപ്പെടുന്നുണ്ട്. അതെ, ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പറയുന്നു, രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു രാഷ്ട്രീയ ആർജവം UDF കാണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 186 കോടി രൂപയുടെ അനധികൃത പണമിടപാടുകളെ കുറിച്ച് കൂടി ചോദ്യം ഉയർത്തിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന് വന്ന 25 കോടിയുടെ നഷ്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ UDF ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെയും CPM-നെതിരെയുമുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റേണ്ടത്. പക്ഷേ ഈ 186 കോടി രൂപയിൽ UDF നേതാക്കളും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന ആക്ഷേപം മറുവശത്ത് ശക്തമാണ്. അതുകൊണ്ട് ആർജവമുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് UDF നേതൃത്വങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഗുണമാകുകയുള്ളൂ. പിന്നെ പ്രത്യക്ഷത്തിൽ ഇത് ഗുണമാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് UDFന് വലിയ ഇടയ്ക്ക് അതിൽ നിന്ന് U-ടേൺ പോകേണ്ട അവസ്ഥ മാറ്റിക്കൊടുന്നടാൻ കാരണം വന്നിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ആരോപണങ്ങൾക്ക് ഒരു വിശ്വാസ്യത വന്നിരിക്കുകയാണ്. UDFന് അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ KPCC ഓഫീസിൽ ഷോൺ ജോർജ് ഐശ്വര്യം എഴുതി വെച്ചാലും തെറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും ഇന്ന് UDFന്റെ ഐശ്വര്യം ഷോൺ ജോർജ് ആണ്. ഈ പോരാട്ടം ഷോൺ ജോർജിനും വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷോൺ ജോർജ് എന്ന വ്യക്തിയാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയത്. ഷോൺ ജോർജ് എന്ന മകനാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയത്. അന്ന് ഷോൺ ജോർജ് BJPയുടെ ഭാഗമല്ല. കേവലം ഒരു ഈർക്കിൽ പാർട്ടിയുടെ അന്ന് ഷോൺ ജോർജ് ഒരു ഈർക്കിൽ പാർട്ടിയുടെ നേതാവിന്റെ മകനായിരുന്നു. ഇന്ന് അദ്ദേഹം BJPയിലാണ്. അപ്പൊ BJPക്കുള്ളിൽ ഷോൺ ജോർജിന് ഇതിന് നേട്ടമുണ്ടാകും, പൊതുസമൂഹത്തിൽ ഷോൺ ജോർജിന് ഇത് നേട്ടമാകും. പക്ഷെ BJPക്ക് ഇത് എത്രമാത്രം വലിയ നേട്ടമാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ അന്തർധാരയെ കുറിച്ചൊക്കെ വലിയ സംഭാഷണങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിൽ പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ അവതരിപ്പിച്ച്, ഇത് ചെറിയൊരു കേസല്ല കേട്ടോ, 10 വർഷം വരെ തടവും കോടികൾ പിഴയും അടയ്ക്കേണ്ട കേസാണ്. വലിയൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ്. അവിടെ വീണ വിജയൻ ചെറിയ കുരുക്കിലൊന്നും അല്ല പെട്ടിരിക്കുന്നത്. ആരാരെ തടവുമെന്നൊക്കെ ഇനി കണ്ടറിയണം. ആരാരെ തടവുമെന്ന് കണ്ടറിയണം. UDF പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചാൽ 2026 അധികാരം പിടിക്കുവാൻ പോലും UDFന് വലിയ കരുത്ത് പകരുന്നു. കാരണം പിണറായിയുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ചോദ്യം ചെയ്യും. ഈ RC, OC, PK എന്നുള്ള ഒക്കെയുള്ള പേരുണ്ടായത് കൊണ്ടായിരിക്കും SFIOയിലോട്ട് നേരിട്ട് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒന്നും പോവാഞ്ഞത്. പക്ഷെ അവിടെയും രമേശ് ചെന്നിത്തലയൊക്കെ കൃത്യമായ വിശദീകരണങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും കൃത്യമായ വിശദീകരണം നൽകിയിരുന്നു. കാരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സംഭാവനയാണ്, അതവരെങ്ങനെ കണക്കെഴുതിയെന്നുള്ളത് നേതാക്കളുടെ പ്രശ്നമല്ല. പിന്നെ ആ പണത്തിൻ്റെയൊക്കെ കുറെ സോഴ്സൊക്കെ കാണിക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും UDF അതിൽ നിന്ന് പിൻവാങ്ങിയത് ഇപ്പോഴും ദുരൂഹമാണ്. ഇനിയെങ്കിലും UDF അത് ഉപയോഗിച്ചില്ല എങ്കിൽ ഈ അഴിമതിയുടെ പാപഭാരത്തിലേക്ക് UDFനെ കൂടി ഷോൺ ജോർജും BJPയും വലിച്ചിടും. അതെ, പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും മാത്രം കാണുന്ന ഒരു ചെറിയ പാർട്ടിയുടെ നേതാവ് SFIയിൽ വരെ പോയി ഇതിനൊരു കുറ്റപത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് ഷോൺ ജോർജ് ഒരു ഈർക്കിൽ പാർട്ടിയുടെ നേതാവല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ
സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ്. മതമേലധ്യക്ഷന്മാരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത് മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ BJPക്കും അനുകൂലമാകും, കേരളത്തിൽ പൊതുവിൽ ഇത് UDFനും അനുകൂലമാകും. അതാണ് നമ്മളൊരു ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ. കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വീണാ വിജയന്റെ അറസ്റ്റ്, അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു എന്ന് കരുതി വീണാ വിജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യതയാണ്. അറസ്റ്റ് ഉണ്ടാവണം. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യം. അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയക്കാം. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ, CPMന്റെ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കനായ പിണറായി വിജയന്റെ മകൾ ഒരു സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ചിലപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ, ഇന്ന് കൊച്ചിയിലെ കോടതിയിൽ അവർ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നു, നാളെയോ മറ്റന്നാളോ ആയി വീണാ വിജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല. വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും. അതാണ് CPMനും LDFനും മുന്നിലുള്ള വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ അറസ്റ്റിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കാം. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് എന്നതും നമുക്ക് ഉറപ്പിക്കാം. അതൊരു വലിയ പകരം വീട്ടൽ കൂടിയാണ്. പണിക്ക് മറുപടി. അപ്പൊ ഈ ചിന്തകൾ കൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.